ബ്രാഹ്മണരല്ലാത്തവരെയും ക്ഷേത്രത്തിലെ ശാന്തിമാരായിട്ട് നിയമിക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജ്ഞാപനം ശരിവെച്ച് ഹൈക്കോടതി. അതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ബ്രാഹ്മണനും അബ്രാഹ്മണനും നോക്കിയിട്ടല്ല. നമ്മുടെ വേദവ്യാസൻ ബ്രാഹ്മണനല്ല, വാൽമീകി ബ്രാഹ്മണനൊന്നുമല്ല. എന്നിട്ട് അവർ രചിച്ച സൂത്രങ്ങളും ബന്ധങ്ങളൊക്കെ അല്ലേ ഹിന്ദുക്കളായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറേ ബ്രാഹ്മണന്മാർക്കെല്ലാം അറിയുള്ളൂ എന്നുള്ള രീതിയാണ്. ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. ഈ പുതുമന എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പുതുമന, അതിനകത്ത് എല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാവരെയും പൂജവിധികളൊക്കെ പഠിപ്പിച്ച് ക്ഷേത്രത്തിലെ മേൽശാന്തിവരായിട്ട് നിയമിക്കും. അതൊക്കെ ഒരാൾ പൂജ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് അനുഭവമുണ്ട്. നമ്മുടെ കണ്ണപ്പൻ എന്ന് പറഞ്ഞൊരു കഥ കേട്ടിട്ടില്ലേ? ശിവനെ അദ്ദേഹം കണ്ട് വെള്ളം വായിൽ കൊണ്ടുവരുന്നു. അതാണ് മറ്റേ ഇടയ്ക്ക് കുറേ മൾട്ടി-സ്റ്റാർ സിനിമ ഉണ്ടല്ലോ, അയാളുടെ കഥയാണ് കാണിക്കുന്നത്. എന്നിട്ട് ഈ കണ്ണ് കുത്തി കൊടുത്തത്, അതായത് ശിവനത്തിൽ കണ്ണീര് വന്നപ്പോൾ ആ പൂജയിൽ സംതൃപ്തനായതുകൊണ്ടാണ്. അപ്പോൾ അന്ന് ആലോചിച്ച് നോക്കൂ, ബ്രാഹ്മണന്മാർക്കാണ് മാത്രമാണ് ഈ മന്ത്രങ്ങളൊക്കെ ഇത് പൂജ ചെയ്താലേ ദൈവം പ്രസാദിക്കൂ എന്നൊന്നുമില്ല. ഈ ചോറ്റാനിക്കര അമ്മയുടെ ഐതിഹ്യവും അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഒരിക്കലും ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ അന്തർജനത്തിൻ്റെ ദേഹത്ത് കയറിയല്ല ദേവി അരുൾപ്പാട് ചെയ്ത്, ഒരു പുലയ സ്ത്രീയുടെ ശരീരത്തിലാണ് കയറി അരുൾപ്പാട് ചെയ്തത്. അതുപോലെ തന്നെ മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇതുപോലെ തന്നെ ഒരു ശിലയിൽ പുലയി തൊട്ട് ഇങ്ങനെ വരച്ചപ്പോൾ അതിൽ നിന്ന് രക്തം വന്ന്, അങ്ങനെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഐതിഹ്യങ്ങളിൽ പറയുന്നത്. അപ്പോൾ പലർക്കും ഇത് ഈ ബ്രാഹ്മണന്മാരാണ് എല്ലാം അറിയുന്നവർ, പൂജയൊക്കെ അറിയുന്നവർ, അങ്ങനെയൊന്നുമില്ല. നല്ല മനസ്സോടെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഹ്മണനോ അബ്രാഹ്മണനോ ഒന്നുമില്ല. മനസ്സ് ശുദ്ധമായിരുന്നാൽ മതി.